ഈ കാസറ്റ് പിടിച്ചെടുത്തോണ്ട് എനിക്കെതിരെ പോലീസിന് ഒരു തെളിവും കിട്ടില്ല. അന്ന് പേടിക്കണ്ട. പക്ഷെ മഞ്ജുവിനെ പോലെ മറ്റു പെൺകുട്ടികളും എന്നെ ഒറ്റിക്കൊടുത്താൽ ഞാൻ പെടും. അതിനനുവദിച്ചുകൂടാ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള പെൺപിള്ളേര് വാ തുറന്നാലുള്ള അനുഭവം എന്താണെന്ന് അവറ്റകളെ ബോധ്യപ്പെടുത്തണം. എന്താ നീ പറയുന്നത്? അത് ഞാൻ നാളെ കാണിച്ചു തരാം. നീ എന്നെ ഒറ്റിക്കൊടുത്തു അല്ലേ? നിങ്ങളുടെ മകൻ ശരത്തിനെ അന്വേഷിച്ചു വന്നാണ് ഞങ്ങൾ. എവിടെവൻ? എന്നോട് ചോദിക്കരുത്. ഞാൻ അവനെ എന്നോ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാണ്. എനിക്ക് അങ്ങനെ ഒരു മകനില്ല. മിസ്റ്റർ പാണ്ഡ്യൻ, സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാം. എവിടാ നിന്റെ അനിയൻ? എവിടെ ശരത്? എന്റെ മോനെ, എന്തായാലും മോനെ, എന്താ ഇപ്പിടി സെഞ്ച? സാർ, എനിക്ക് സംശയമുണ്ട്. അപ്പുറം പേശിക്കലാം. മോനെ മോനെ, സംശയമല്ല സാർ, ആ ശവം ശരത്തിൻ്റെതല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. மிஸ்டர் ரவி பிரசாத், அது சரத்தோட பாடி தான். ஃபாதர், பிரதர் எல்லாருமே ஐடென்டிஃபை பண்ணிருக்காங்களே. உங்களுக்கு என்ன டவுட் வந்திருக்கு அதுல? ഐ കനോട്ട് ബിലീവ് ഇറ്റ് സർ. ആ ശവം മറ്റാരുടേതെങ്കിലും ആയിക്കൂടെ? ஸ்டாப் இட். இட்ஸ் நதிங் பட் ஒரு அப்சர்ட் இமேஜினேஷன். அப்புறம் அந்த போட்டோகிராஃப் கேசட்ஸ் என்னாச்சு? வாட் ஹேவ் டன் வித் தட்? സാർ, അതെല്ലാം കേസിന്റെ ആവശ്യത്തിലേക്ക്. லுக், ஹை சொசைட்டி கேர்ள்ஸ் ஆர் இன்வால்வ் இன் திஸ் கேஸ். இந்த மேட்டர் வெளியில போச்சுன்னா டிஜிபி டாக்டர் மாதிரி எல்லாரும் சூசைட் பண்ணிக்க வேண்டியதான். And under any circumstances I will not allow that. കമ്മീഷണർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ കേസ് കോടതിയിൽ എത്തിയാൽ ആ പെൺകുട്ടികളെ വിസ്തരിക്കേണ്ടി വരില്ലേ? പിന്നീട് ആ കുട്ടികളുടെ ഭാവി. കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന കോളേജ് ഗേൾസിൽ ഇതിൽപ്പെട്ടവരധികവും. അതെ, അപ്പർ ക്ലാസ് ഇലൈറ്റ് ഫാമിലിയിൽ പെട്ടവർ തന്നെ. പ്രായം ചെന്ന പെൺമക്കളെ ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ അസമയത്ത് പാർട്ടിക്കും ഡാൻസിനും ഡേറ്റിങ്ങിനും ഒക്കെ വിടുന്നത് ഒരു ഫാഷനായി എടുത്ത ചില വെസ്റ്റേണൈസ് പേരൻസ് ഉണ്ടല്ലോ. ആ നാറികൾ ഇത് അറിയണം. ഈ സിറ്റിയിൽ എങ്ങനെയാണ് തങ്ങളുടെ മക്കൾ ജീവിക്കുന്നതെന്ന്. കുറ്റം ചെയ്തവരെ കഠിനമായി ശിക്ഷിക്കണം. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ഇത് പരസ്യപ്പെടുത്തുക. താനെന്താ മിണ്ടായിരിക്കുന്നത്? വേണ്ടേ? വേണം. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്കത് ചെയ്യാനാവില്ല. എന്റെ മേലുദ്യോഗസ്ഥനെ ഞാൻ അനുസരിച്ചേ പറ്റൂ. ഈ ഫോട്ടോസും കാസറ്റ്സും അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ജയൻ ഇത് പ്രസിദ്ധീകരിക്കാമോ? രവി, അത് സ്പാർക്ക് വിശ്വനാഥന്റെ മകനെന്ന് അഭിമാനിക്കുന്ന പത്രാധിപരോടാണ് ഞാൻ ചോദിക്കുന്നത്. അനീതിക്കോ അഴിമതിക്കോ എതിരെ പേന ചലിപ്പിക്കുന്ന അഗ്രസീവ് ജേർണലിസ്റ്റിനോട്. ക്യാൻ യു ഡു ഇറ്റ്? ചെയ്യണം. എന്താ വിഷയം? സാറിന് പലയിടത്തും വിളിച്ചിട്ടും കിട്ടിയില്ല. അതുകൊണ്ടാണ് എന്നെ അയച്ചത്. DGP സാർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു.
സർ. ഐ എം സോറി. എന്നോട് ക്ഷമിക്കൂ രവി. പ്ലീസ് ഡോണ്ട് സർ. നേരത്തെ ഞാൻ അറിഞ്ഞില്ല, താമസിച്ചു പോയി. ഇല്ലെങ്കിൽ എന്റെ മോളെ ഈ നിലയ്ക്ക്. സർ, കുറ്റം എന്റേത് തന്നെയാണ്, ശ്രദ്ധിച്ചില്ല. ജീവനേക്കാൾ വിലപ്പെട്ട എന്റെ മോളെ വേണ്ടതുപോലെ ഞാൻ സൂക്ഷിച്ചില്ല. ഉയർന്ന പോലീസ് അധികാരിയുടെ മകൾ എവിടെയും സുരക്ഷിതയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതാണ് തെറ്റിയത്. ഇനിയൊന്നേ എനിക്ക് ചെയ്യാനുള്ളൂ. എന്റെ മോളെയും അതുപോലെ പല പെൺകുട്ടികളെയും നശിപ്പിച്ച് അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് ഒരിക്കലും. യു ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി രവി. ബട്ട് സർ, ദ കമ്മീഷണർ. ഐ നോ. ഈ കേസിൽ ഇൻവോൾവ് ആയ മറ്റു പെൺകുട്ടികൾക്ക് വേണ്ടി കമ്മീഷൻ എന്നോട് വാദിച്ചു. ആരെ രക്ഷിക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. RS പാണ്ഡ്യനടക്കം ഇവിടുത്തെ വൻകിട മുതലാളിമാരുടെ മക്കളെ. അവർക്ക് പിന്നിൽ ഒരു വലിയ റാക്കറ്റ് തന്നെ ഉണ്ട് സർ. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ഡ്രഗ് മാഫിയ. Yes, destroy them. I give you all powers to handle this case. Take charge. സത്യം പറ, എവിടുന്നാണ് നിങ്ങൾക്ക് ഡ്രഗ്സ് കിട്ടുന്നത്? ആരൊക്കെയാണ് ഇതിന്റെ ഏജന്റ്സ്? പറയണോ? The position is very serious. செத்து போனது டிஜிபியோட பொண்ணு. சம்பந்தப்பட்டவங்களை அவர் சும்மா விட மாட்டாரு. இப்ப இந்த கேஸை இன்வெஸ்டிகேட் பண்றது ASP ரவி பிரசாத். இந்த சந்தர்ப்பத்துல என்னால எதுவுமே பண்ண முடியாது. ஏன்னா ரவி பிரசாத் இஸ் வெரி ஸ்டெபான் அண்ட் டேஞ்சரஸ். ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഇനിയും നീ എന്താ അന്വേഷിക്കുന്നത്? കസ്റ്റഡിയിലെടുത്ത പിള്ളേരെ തല്ലിച്ചതച്ച് നീ എന്താ ചോദിച്ചത്? ഡ്രഗ്സ് അല്ലേ? അതെവിടെ കിട്ടുമെന്ന് നിനക്ക് അറിയണ്ടേ? ഇവിടെ ഉണ്ട്, തരാവടാ. അതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. വേണമെങ്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് നിന്നെ അവിടെ വെച്ച് തന്നെ തീർക്കാമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നീ ചാവരുത്. ഇതിന്റെ സുഖം നിനക്ക് അറിയണ്ടേ? അതനുഭവിക്കണം. പിന്നീട് ഈ ലഹരിക്ക് വേണ്ടി നീ ദാഹിച്ചലയണം. കിട്ടാതെ വരുമ്പോൾ വലിഞ്ഞു മുറിയ ഞരമ്പുകൾ ത്രസിച്ച് നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കണം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി നീ മരിക്കണം. നീ ചെയ്തതിന് ശിക്ഷ. Please, give me an ambulance, please. No.
ആ